ദ ഗോൾഡൻ സിറ്റി എന്നറിയപ്പെടുന്ന ജയ്സൽമീറിലെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മളിപ്പോൾ ഉള്ളത് രാജസ്ഥാനിലെ ദ റെഡ് സിറ്റി എന്നറിയപ്പെടുന്ന ബിക്കാനീറിലാണ്. എല്ലാവർക്കും ഓൾ ഇന്ത്യ സീരീസിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ജോധ്പൂർ സിറ്റിയുടെ ഫൗണ്ടറായ മഹാരാജ റാവോ ജോധയുടെ രണ്ടാമത്തെ മകനായിരുന്നു റാവോ ബിക്ക. അദ്ദേഹത്തിൻ്റെ പേരിലാണ് ഇന്ന് ഈ സിറ്റി അറിയപ്പെടുന്നത്. മുഗൾസും മറാത്താസും അടക്കം മറ്റ് റീജിയണൽ പവേഴ്സും ക്യാപ്ചർ ചെയ്യാൻ ശ്രമിച്ചിട്ടും പറ്റാത്ത ജുനാഗഡ് ഫോർട്ടിലേക്കാണ് ഇന്നത്തെ നമ്മളുടെ യാത്ര. 1478 രാജ്പുത് റൂളറായിരുന്ന റാവോ ബിക്കയാണ് ഈ ഫോർട്ടിന്റെ ഫൗണ്ടേഷൻ ഇട്ടത്. എന്നാൽ നമ്മൾ ഇന്ന് കാണുന്ന ഈ ഫോർട്ടിലേക്ക് ആവാനായിട്ട് പല വർഷങ്ങൾ പല രാജാക്കന്മാരായിട്ട് ഇതിലേക്ക് അഡീഷൻസ് ചെയ്തിട്ടുണ്ട്. 1594 ഫൈനൽ അഡീഷൻസ് ഉണ്ടാകുന്നത്. അത് ചെയ്തത് റായി സിംഗ് എന്ന രാജാവായിരുന്നു. മറ്റുള്ള ഫോർട്ടുകളിൽ നിന്നും ജുനാഗഡ് ഫോർട്ടിനെ സെപ്പറേറ്റ് ചെയ്യുന്ന ആദ്യത്തെ ഘടകം എന്ന് പറയുന്നത്, സാധാരണ നമ്മൾ കണ്ടിട്ടുള്ള എല്ലാ ഫോർട്ടുകളും ഒരു കുന്നിൻ്റെ മുകളിലായിരിക്കും സ്ഥിതി ചെയ്തിട്ടുണ്ടാവുക. എന്നാൽ ബിക്കാനീർ ഫോർട്ട് ഒരു പ്ലെയിൻ ലാൻഡിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. റെഡ് സാൻഡ്സ്റ്റോണും മാർബിളും ഉപയോഗിച്ചാണ് ബിക്കാനീർ ഫോർട്ട് നിർമ്മിച്ചിട്ടുള്ളത്. 150 രൂപയാണ് എൻട്രി ഫീ ആയിട്ട് വരുന്നത്. ക്യാമറയ്ക്കായിട്ട് 300 രൂപ എക്സ്ട്രാ ചാർജസും ഉണ്ട്. എൻട്രിക്കൊപ്പം ഇവർ ഒരു ഗൈഡിനെയും കൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. നമുക്ക് ഓരോ സ്ഥലങ്ങളും ക്യാപ്ചർ ചെയ്ത് പതുക്കെ കണ്ടു പോകേണ്ടത് കൊണ്ടാണ് നമ്മൾ ഗൈഡിനൊപ്പം പോകാത്തത്. ഫോർട്ടിനുള്ളിൽ ഓഫീസിന്റെ ഒരു ഭാഗത്തായിട്ട് ഓരോ വർഷത്തെയും അതുപോലെ തന്നെ ഈ വർഷത്തെ ഓരോ മാസത്തിലെയും ആളുകൾ വിസിറ്റ് ചെയ്തേക്കുന്ന എണ്ണമൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾ ഈ കാണുന്നത് DH-9D ഹെവി ലാൻഡ് പ്ലെയിൻ ആണ്. ഇത് ഫസ്റ്റ് വേൾഡ് വാറിൽ ഉപയോഗിച്ചിരുന്ന ഒരു പ്ലെയിൻ ആണ്. നമ്മളുടെ ബിക്കാനീറിന്റെ ഡിഫൻസ് ഫോഴ്സസ് ഫസ്റ്റ് വേൾഡ് വാറിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തതിനും അന്ന് അതിനെ ലീഡ് ചെയ്ത ബിക്കാനീർ രാജാവായ മഹാരാജ ഗംഗാ സിംഗിനും ഉള്ള റെക്കഗ്നൈസേഷനാണ് ഇവര് ഷൂട്ട് ചെയ്ത് താഴെയിട്ട 2 പ്ലെയിനുകൾ. ഈ ഒരു ഹോളിൽ നിന്നിറങ്ങി പുറത്തേക്ക് നടക്കുമ്പോൾ നമുക്കൊരു കോറിഡോർ കാണാം. ഈ കോറിഡോറിന്റെ വശത്തായിട്ട് നമുക്ക് ചെറിയ ചെറിയ സ്കൾപ്ചേഴ്സ്, മനോഹരമായ സ്കൾപ്ചേഴ്സ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കാണാനായിട്ട്. ബിക്കാനീറിലെ രാജാവായിരുന്ന രാജാ റായ് സിംഗ് ജി മുഗൾ എംപറർ ആയിരുന്ന അക്ബറിന്റെയും പിന്നീട് അദ്ദേഹത്തിന്റെ മകൻ ജഹാംഗീറിന്റെയും ആർമി ജനറൽ കൂടിയായിരുന്നു. ഫോർട്ടിനുള്ളിലെ അടുത്ത സെക്ഷനിലേക്ക് പോകുമ്പോൾ നമുക്ക് ഇവിടുത്തെ രാജാവിന്റെ ആർമി കാലഘട്ടത്തിലെ ഫോട്ടോസും യൂണിഫോമും ഒക്കെ പ്രദർശിപ്പിച്ചിരിക്കുന്നത് കാണാനായിട്ട് കഴിയും. 2024 2,60,000 ഇന്ത്യൻസും 38,500 ഫോറിനേഴ്സും ഈ ഫോർട്ട് വിസിറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഒരു കാര്യം ഓർക്കേണ്ടത്, ബിക്കാനീറിൽ അങ്ങനെ കാണാൻ വലിയ സംഭവമൊന്നുമില്ല കേട്ടോ. മേജറായിട്ട് കാണാനുള്ളത് ഈ ഒരു ഫോർട്ടാണ്. ഈ ഒരു ഫോർട്ട് മാത്രം ടൂറിസത്തിലേക്ക് എത്രമാത്രം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു എക്സാമ്പിളാണ് ഈ നമ്പേഴ്സ്. നമ്മൾ ഈ കാണുന്നത് ബിക്കാനീർ ഫോർട്ടിലെ ഏറ്റവും അധികം ഡീറ്റെയിലിംഗുള്ള ഒരു ഹോളാണ്. ഗ്രേറ്റ് ഹോൾ എന്നാണ് പറയുന്നത്. ഇതിന്റെ ടോപ്പ് ടു ബോട്ടം കംപ്ലീറ്റ് വുഡൻ ആർട്ട് വർക്കുകളാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക. ഈ ഹോളിനുള്ളിലേക്ക് കയറിയപ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വന്നത് നമ്മൾ പട്ടായയിൽ പോയ സമയത്ത് സാങ്ച്വറി ഓഫ് ട്രൂത്തിൽ പോയ ആ ഒരു കാര്യമാണ്. അവിടെ നമുക്ക് ഇഷ്ടം പോലെ വുഡൻ വർക്കുകൾ കാണാനായിട്ട് സാധിക്കും. എന്ന് പറയുന്ന പോലെ തന്നെ ഇവിടെ ടോപ്പ് ടു ബോട്ടം അതിമനോഹരമായ രീതിയിൽ വുഡൻ വർക്കുകൾ ചെയ്തിരിക്കുകയാണ്. കാവിങ്സ് ആണ്. ചെറിയ ഒരു ഏരിയ പോലും വിടാതെ കംപ്ലീറ്റ് ടോപ്പ് ടു ബോട്ടം ഡീറ്റെയിൽ ചെയ്തിട്ടുണ്ട്. ഈ ഒരു സെക്ഷൻ ഇഷ്ടം പോലെ സമയമെടുത്താണ് ഞങ്ങൾ കണ്ടത്. വളരെ ഭംഗിയുള്ള ഒരു സെക്ഷനായിരുന്നു. ഇതേ ഹോളിൽ തന്നെ നമുക്ക് ചെറിയൊരു ആയുധ ശേഖരവും കാണാനായിട്ട് കഴിയും. ആയുധങ്ങളോടും ആയോധന കലകളിലും താല്പര്യമുള്ളവരും ഇഷ്ടമുള്ളവരും ഒക്കെ ഉറപ്പായിട്ടും കണ്ടു നിൽക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ ഇത്. ഇവിടെ നമ്മൾ മറ്റുള്ള ഫോർട്ടിൽ കണ്ട പോലെയല്ല, ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരുപാട് ആയുധങ്ങൾ, പല ഷേപ്പിലുള്ള കത്തികൾ, വാളുകൾ, ഈവൻ പ്രഗ്നൻ്റ് ആയ ക്വീനിനെ കാക്കാനായിട്ട് ഉപയോഗിക്കുന്ന തോന്നുന്നു. അങ്ങനെ ഒരു സ്ട്രക്ചർ പോലും എന്ന് പറഞ്ഞാൽ ഫുൾ മെറ്റൽ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണ്. എസ്പെഷ്യലി വയർ കവർ ചെയ്യാനായിട്ട് ഒരു ഫുൾ സ്റ്റീൽ കവേർഡ് ആയിട്ടുള്ള ഒരു ഡ്രസ്സും കൂടെ നമുക്കിവിടെ കാണാനായിട്ട് കഴിയും. ഈ ആയുധശേഖരമൊക്കെ കാണുമ്പോൾ നമ്മൾ പെട്ടെന്ന് പഴയ ഒരു കാലത്തിലേക്ക് ചിന്തകളെയൊക്കെ വലിച്ചുകൊണ്ട് പോകുന്നൊരു ഫീലാണ് കേട്ടോ ഇവിടെ ഉള്ളത്. നമ്മൾ ഈ കാണുന്നത് കട്ടാര എന്ന് പറയുന്ന ഒരു ആയുധമാണ്. ഇന്നും നമ്മളുടെ കളരികളിൽ ഉപയോഗിച്ചു പോരുന്ന ഒരു ആയുധമാണിത്. നിങ്ങൾ ഈ ഫോട്ടോയിൽ കാണുന്നത് എൻ്റെ ഒരു സുഹൃത്തും ഗുരുവിൻ്റെ മകനുമായിട്ടുള്ള നിതിൻ കട്ടാരപ്പായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ഫോട്ടോ ആണ്. ഈ ഒരു സെക്ഷൻ്റെയൊക്കെ റൂഫിൽ പോലും കൊടുത്തിരിക്കുന്ന ആ ഒരു ഡിസൈനും ആർട്ട് വർക്കുകളും കാണേണ്ടത് തന്നെയാണ് കേട്ടോ. വോളിനും റൂഫിനും ഇടയ്ക്കുള്ള ആ ഒരു ഗ്യാപ്പൊക്കെ വേറൊരു ഡിസൈൻ ടൈലൊക്കെ കൊടുത്ത് ഭംഗിയായിട്ട് നിർമ്മിച്ചിട്ടുണ്ട്.
അടുത്ത സെക്ഷനിലേക്ക് കടക്കുമ്പോഴേക്കും ഒരാളെക്കാൾ വലിപ്പമുള്ള തോക്കുകളൊക്കെ ഇവിടെ കാണാം. പണ്ടത്തെ കാലത്ത് ഉപയോഗിച്ചിരുന്നതാവാം, റേഞ്ചൊക്കെ കുറവുള്ളതായിരിക്കാം. എന്നാൽ പോലും ഇതൊക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സെക്ഷനായിട്ടാണ് തോന്നിയത്. ഇഷ്ടം പോലെ ആയുധങ്ങളും തോക്കുകളും ഒക്കെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ നിന്ന് താഴേക്ക് നോക്കിയാൽ നമുക്ക് ഗ്രേറ്റ് ഹോളിൻ്റെ വ്യൂ കാണാനായിട്ട് കഴിയും. കുറച്ചും കൂടെ മുന്നോട്ട് പോകുമ്പോൾ ഒരു മനോഹരമായ ഒരു കോറിഡോറും പിന്നീട് ഓരോ രാജാക്കന്മാർ താമസിച്ചിരുന്ന മുറികളുമാണ് കാണാനായിട്ട് കഴിയും. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ രാജാക്കന്മാർ ചേഞ്ച് ചെയ്ത് വരുമ്പോഴും അവർ സ്വന്തമായിട്ട് പുതിയൊരു റൂം നിർമ്മിക്കുകയാണ് ചെയ്യുന്നത്. പഴയ ആൾക്കാരുടെ റൂം അവർ കണ്ടിന്യൂ ചെയ്ത് ഉപയോഗിക്കാറില്ല എന്നാണ് വായിച്ചിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഓരോ സെക്ഷനും ഒന്നിനൊന്ന് മെച്ചം എന്ന് പറയുന്ന പോലെ നമ്മളെ ബിക്കാനീർ ഫോർട്ട് അതിശയിപ്പിച്ചുകൊണ്ടേയിരുന്നു. അടുത്തൊരു സെക്ഷനിലേക്ക് കയറിയപ്പോഴത്തേക്കും അവിടെ റൂഫിലുള്ള വർക്കും ആ ഒരു കളർ കോമ്പിനേഷൻസും വോളിൽ കൊടുത്തിരിക്കുന്ന ഡീറ്റെയിലുകളും ഒക്കെ കാണേണ്ടത് തന്നെയാണ് കേട്ടോ. ഡോറിന് പോലും കൊടുത്തിരിക്കുന്ന ആ ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ അതിമനോഹരമായ ഒന്ന് തന്നെയാണ്. ഇത്രയും കാലത്തിനിടയിൽ ഒരൊറ്റ തവണയാണ് ഈ ഫോർട്ട് കോൺകർ ചെയ്യപ്പെട്ടിട്ടുള്ളത്. അതും ഒരൊറ്റ ദിവസം. അതിൻ്റെ വെരി നെക്സ്റ്റ് ഡേ ഈ ഫോർട്ട് തിരിച്ചു പിടിക്കുകയുണ്ടായി. അപ്പോൾ ഇവിടുത്തെ റൂളേഴ്സിൻ്റെ കേപ്പബിലിറ്റി, ഈ ഫോർട്ടിൻ്റെ ഒരു ഡിഫൻസ് ടാക്ടിക്സും നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. മുഗൾ രാജാവായ ബാബറിന്റെ രണ്ടാമത്തെ മകനായ കമ്രൻ മിസ്രയാണ് ഈ ഫോർട്ട് 1534 ഒരൊറ്റ ദിവസത്തേക്ക് ക്യാപ്ചർ ചെയ്തത്. എന്നാൽ അതിൻ്റെ തൊട്ടടുത്ത ദിവസം ഈ ഫോർട്ട് തിരിച്ചു പിടിക്കുകയുണ്ടായി. പിന്നീട് 1818 ബ്രിട്ടീഷേഴ്സാണ് ഫൈനലി ഈ ഫോർട്ട് അറ്റാക്ക് ചെയ്ത് ക്യാപ്ചർ ചെയ്യുന്നത്. അവര് ബ്രിട്ടീഷ് അലയൻസ് അക്സെപ്റ്റ് ചെയ്ത് റൂളിംഗ് കണ്ടിന്യൂ ചെയ്യായിരുന്നു. ഫോർട്ടിൻ്റെ ഒരു വശത്തായിട്ട് മനോഹരമായ ഒരു ചെറിയ ഗാർഡനും കാണാനായിട്ട് കഴിയും. നമ്മൾ ഈ കാണുന്നത് ശ്രീകൃഷ്ണന് സമർപ്പിച്ചിട്ടുള്ള ഒരു തൊട്ടിലാണ്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പ്യുവർ ചന്ദനത്തിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നേരിട്ട് കണ്ട ഗോൾഡ് പ്ലേറ്റ് ചെയ്തിരിക്കുന്ന പോലെയുണ്ട്. അത്ര ഭംഗിയുള്ള ഒരു തൊട്ടിലാണ് ഈ കാണുന്നത്. ഇത് ഓസ്ലേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ സൈഡിൽ കാണുന്ന ചെറിയ ചെറിയ ബൊമ്മകളും അല്ലെങ്കിൽ ആ ഒരു രൂപം പുറത്തേക്ക് വന്നിട്ട് ചെറുതായിട്ട് ഇങ്ങനെ ഡാൻസ് കളിക്കുന്ന ഒരു രീതിയിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. നമ്മൾ ഈ കാണുന്ന സെക്ഷൻ്റെ പില്ലറുകളും റൂഫിങ്ങുകളും എല്ലാം ഗോൾഡ് പ്ലേറ്റഡ് ആണ് കേട്ടോ. ഈ ഗോൾഡ് ആൾക്കാർ ചുരണ്ടിയൊക്കെ എടുത്തുകൊണ്ട് പോകുന്നു എന്നാണ് ഇവിടുത്തെ ആൾക്കാരൊക്കെ പറയുന്നത്. അത് തടയുന്നതിനായിട്ടാണ് ഇവിടെ ഫുള്ള് ഗ്ലാസ് ഷീൽഡ് ചെയ്തിട്ടുണ്ട്. അടുത്ത ഒരു സെക്ഷനിലേക്ക് കടക്കുമ്പോഴത്തേക്കും നമുക്കൊരു വിശാലമായ കോറിഡോർ കാണാനായിട്ട് സാധിക്കും. ഇതിൻ്റെ ഫ്ലോറിംഗ് ഒക്കെ ഒരു ഡിഫറെൻറ്റ് ഡിസൈനിലുള്ള മാർബിൾ ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഇരുവശത്തായിട്ടും ചെറിയ ചെറിയ ക്ഷേത്രങ്ങൾ കാണാനായിട്ട് സാധിക്കും. അങ്ങനെയുള്ള ഒരു ക്ഷേത്രത്തിൻ്റെ ഇൻറ്റീരിയറാണ് നമ്മൾ ഈ കാണുന്നത്.
റാവോ ജോധയുടെ ആയുധ ശേഖരമാണ് നമ്മളീ കാണുന്നത്. ഈ ഒരു ആയുധത്തിൻ്റെയൊക്കെ സ്ട്രക്ചർ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും, ഒരേ സമയം ഡിഫെൻഡ് ചെയ്യാനും അറ്റാക്ക് ചെയ്യാനും പറ്റുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. നമ്മളീ കാണുന്നത് അനൂപ് മഹലാണ്. ഇതൊരു അഡ്മിനിസ്ട്രേറ്റീവ് ഹോളാണ് കേട്ടോ. ആയിരത്തി 571 മുതൽ 1611 വരെ ബിക്കാനീറിൻ്റെ രാജാവായിരുന്ന രാജാ റായ് സിംഗ്ജിയുടെ കാലത്താണ് ബിക്കാനീർ ഏറ്റവും കൂടുതൽ ഫ്ലറിഷ് ചെയ്തിട്ടുള്ളത്. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ജയ്സൽമീറിൻ്റെ സിൽക്ക് റൂട്ട് കണക്ഷനെ കുറിച്ച് പറഞ്ഞിരുന്നു. എന്ന് പറയുന്ന പോലെ തന്നെ സെൻട്രൽ ഏഷ്യയും ഗുജറാത്ത് കോസ്റ്റുമായിട്ട് കണക്ട് ചെയ്തിരുന്ന ഒരു ട്രേഡ് റൂട്ടിൻ്റെ ഭാഗമായിരുന്നു ബിക്കാനീർ. നമ്മളീ നിൽക്കുന്ന ജുനാഗഡ് ഫോർട്ടിന് പണ്ട് ചിന്താമണി എന്നായിരുന്നു പേര്. പിന്നീട് ജുനാഗഡ് ഫോർട്ട് എന്ന് മാറ്റുകയായിരുന്നു. ജുനാഗഡ് എന്ന വാക്കിൻ്റെ അർത്ഥം ഓൾഡ് ഫോർട്ട് അല്ലെങ്കിൽ പഴയ ഫോർട്ട് എന്നൊരു മീനിങ് ആണ് വരുന്നത് കേട്ടോ. ഫോർട്ടിൽ നിന്നിറങ്ങി തൊട്ടടുത്ത് തന്നെയുള്ള ചെറിയൊരു മ്യൂസിയം കൂടെ കണ്ട് നമ്മൾ ബിക്കാനീറിലെ കാഴ്ചകൾ അവസാനിപ്പിക്കുകയാണ്. ഇവിടുന്ന് നമ്മൾ നേരെ പോകുന്നത് രാജസ്ഥാനിൻ്റെ ക്യാപിറ്റലായിട്ടുള്ള ജയ്പൂരിലേക്കാണ്. ബിക്കാനീറിൽ മിസ് ചെയ്യാൻ പാടില്ലാത്ത എന്നാൽ ഞങ്ങൾ മിസ് ചെയ്ത ഒരു സ്ഥലമാണ് രാംപുരിയ ഹവേലി എന്ന് പറയുന്നത്. ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള വളരെ ഭംഗിയുള്ള ഒരു ആർക്കിടെക്ചർ ഡിസൈനാണ് നമുക്കവിടെ കാണാനായിട്ട് സാധിക്കുക. പോകാൻ പറ്റാഞ്ഞത് കൊണ്ട് തന്നെ സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ ഫോട്ടോ ഓൺലൈനിൽ നിന്ന് എടുത്തത് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. റെക്റ്റാങ്കുലർ ഷേപ്പിലാണ് ഫോർട്ടിൻ്റെ നിർമ്മാണം. ഫോർട്ടിൻ്റെ വോളുകളുടെ വീതി എന്ന് പറയുന്നത് 4.4 മീറ്ററാണ്. ഉയരം 40 അടിയും, അതായത് 12 മീറ്റർ. ഈ ഫോർട്ടിന് ചുറ്റും നമുക്ക് മോട്ട് എന്ന് പറയുന്ന 20-25 അടിയോളം ആഴമുള്ള ചെറിയൊരു ഡിച്ച് പോലെ കാണാനായിട്ട് സാധിക്കും. ഈ ഡിച്ചിനെയാണ് കേട്ടോ മോട്ട് എന്ന് പറയുന്നത്. മോട്ട് ഒരു ഡിഫെൻസ് സിസ്റ്റമാണ്. ഇൻട്രൂഡേഴ്സിന് ഫോർട്ടിനുള്ളിലേക്ക് എളുപ്പം കയറാൻ സാധിക്കാതിരിക്കാനും മുകളിൽ നിന്ന് അറ്റാക്ക് ഇനിഷ്യേറ്റ് ചെയ്യാനും ഉള്ളൊരു ഡിഫെൻസ് ടാക്ടിക്സ് ആണ് ഈ മോട്ടിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത്. ഫോർട്ടിന് ചുറ്റും നമുക്ക് ഈ മോട്ട് കാണാനായിട്ട് സാധിക്കും. നിലവിൽ മോട്ട്സൊക്കെ കുറേ ഫില്ലായി പോയിട്ടുണ്ടെങ്കിലും ഇപ്പോഴും ചെറിയൊരു ഡീപ്പ് ഏരിയ നമുക്ക് കാണാനായിട്ട് കഴിയും. നമ്മൾ ജയ്പൂരിലേക്ക് പോകുന്ന വഴിക്ക് രാജസ്ഥാനിലും ഗുജറാത്തിലൊക്കെ വെച്ച് കണ്ടിട്ടുള്ളതിൽ ഏറ്റവും നല്ല ഒരു റെസ്റ്റോറൻറ്റ് വഴിയരികിൽ കണ്ടിരുന്നു. ആദ്യം ചെറിയൊരു ധാബയാണ് എന്നാണ് കരുതിയത് പുറത്തുനിന്ന് കണ്ടപ്പോൾ. അകത്ത് കയറിയപ്പോൾ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു റെസ്റ്റോറൻ്റ് ആയിരുന്നു. നല്ല സർവീസും നല്ല വൃത്തിയുള്ള ഒരു സ്ഥലമായതുകൊണ്ട് നിങ്ങളെ കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇവിടുന്ന് ഒരു നൂഡിൽസും ദാൽ കിച്ചടിയൊക്കെ കഴിച്ച് ഞങ്ങൾ യാത്ര കണ്ടിന്യൂ ചെയ്തു. किलो वाला है। हाँ 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 ये 40 रुपये किलो वाला है। 40 काला वाला 50 रुपये किलो है। काला वाला 50. हाँ അങ്ങനെ വലിയ കല്ലൊന്നുമില്ല. हाँ? क्या चाहिए? प्रसाद पैसा? प्रसाद प्रसाद? मेरे पास प्रसाद नहीं है. पैसे है पैसे देना नहीं तो पैसे दे दिया ना वहाँ को. खुले दे दो। थैंक यू. जय श्री श्याम। हाँ. Thank you, uncle. Uncle दे दो uncle। आ जाओ। എന്താ? Thank you। ബൈ ബൈ. നമ്മൾ ജയ്പൂരിലേക്ക് പോകുന്ന വഴിക്ക് ബ്ലാക്ക് സോൾട്ട്, അതായത് നമ്മുടെ ഉപ്പുകല്ലൊക്കെ ഇല്ലേ,
അതിൻ്റെ ഒരു കറുത്ത വേർഷൻ, നല്ല കറുത്തിട്ടാണ് ഇരിക്കുന്നത്. അത് 1 കിലോ അമലായിട്ട് വാങ്ങിയിട്ടുണ്ട്. ഇത് നോർത്ത് ഇന്ത്യയിൽ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ഡൈജസ്റ്റീവ് ഇഷ്യൂസിനൊക്കെയാണ്. നമ്മളിത് പച്ചമോരിൻ്റെ ഒക്കെ കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഇത് സാധാരണ കഴിക്കാറ്. ജയ്പൂർ കുറച്ച് ക്രൗഡഡ് ആയിട്ടുള്ള സിറ്റിയാണ്. നമുക്ക് റൂമൊക്കെ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ജയ്പൂരിലെ കാഴ്ചകളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് വീഡിയോ. നമ്മളുടെ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ പുതിയൊരു ആനുവൽ ടോൾ പാസ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് നിങ്ങളൊക്കെ അറിഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. ആനുവൽ ടോൾ പാസിന് ചാർജസ് ആയിട്ട് വരുന്നത് 3000 രൂപയാണ്. 200 ടോൾസ് കവർ ചെയ്യാനായിട്ട് കഴിയും. സ്ഥിരമായിട്ട് ഇൻഡർസ്റ്റേറ്റ് ട്രാവലും അല്ലെങ്കിൽ ഇന്ത്യയിൽ ലോങ് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുന്നവർക്കൊക്കെ ഭയങ്കര ലാഭമായിട്ടുള്ള ഒരു സംഭവമാണിത്. അത് എങ്ങനെയാണ് പാസ് എടുക്കേണ്ടതെന്നുള്ളൊരു ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് നമുക്ക് എൻ സ്ക്രീനിൽ കാണാം. ആവശ്യമുള്ളവർക്ക് ആ വീഡിയോ കണ്ടിട്ട് ടോൾ പാസ് എടുക്കാവുന്നതാണ്.